വെൽക്കം ടു മൈ ചാനൽ. അസ്സലാമലൈക്കും. ഇന്നത്തെ ഒരു നോമ്പിൻ്റെ ഈവനിങ് ആണ്. ഞാൻ നോമ്പ് തുറ അങ്ങനെയൊന്നും കാണിക്കുന്നില്ല, എങ്കിലും ഏകദേശമൊക്കെ നിങ്ങളും കരുതല്ലോ എന്താ ഇവള് മാത്രം നോമ്പ് തുറൻ്റെ ഒന്നും എടുക്കാത്തത് എന്ന്. അപ്പോൾ നിസ്കാരം കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങിയപ്പോൾ നല്ല മഴ ഗൈസ്. അപ്പോൾ ഞാൻ എൻ്റെ ചെടികളൊക്കെ നോക്കാൻ വേണ്ടി ഒന്ന് ഇറങ്ങി. ഞങ്ങളെ മാംഗോ ആണ് കേട്ടോ, അത് ഒത്തിരി മാംഗോ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം മഴയൊക്കെ കണ്ട് ഞാനിരുന്നു. ഇതെൻ്റെ മുല്ലവള്ളിയാണ്. നല്ല രസമാണ് അല്ലേ മഴ അങ്ങനെ പെയ്യുമ്പോൾ നോക്കിയിരിക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മഴയെ. അത് കുറച്ചൊരു നോക്കി ഞാൻ കിച്ചണിലേക്ക് കയറി. അപ്പോൾ ഇന്ന് നോമ്പ് തുറക്കുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പം ഞാൻ കരുതി ഇന്ന് കണ്ണ് വെച്ച പത്തിരി ഉണ്ടാക്കാമെന്ന് കരുതി. ഒരു ചപ്പാത്തി തന്നെയാണ്. ചപ്പാത്തിൻ്റെ ഒരു രൂപത്തിൽ കുറച്ച് എണ്ണയൊക്കെ ഉണ്ടാവുന്നേ ഉള്ളൂ. കുറച്ച് ഓയിൽ ഉപയോഗിക്കണം. ചപ്പാത്തിക്ക് ഞങ്ങൾ ഓയിൽ ഉപയോഗിക്കില്ലല്ലോ. അപ്പോൾ കണ്ണ് വെച്ചിട്ടുള്ള ഒരു പത്തിരിയാണ്, ചപ്പാത്തിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനുള്ള മാവ് ഞാൻ കുഴച്ച് വെച്ചു. ഞാൻ പരുത്താണ് ഗൈസ്. ഞാൻ അങ്ങനെ നോമ്പ് തുറക്ക ഒരുപാട് വിഭവങ്ങളൊന്നും ഉണ്ടാക്കില്ല. ഉമ്മ നോമ്പ് തുറക്കാൻ വരാണെങ്കിൽ മാത്രമേ എന്തെങ്കിലും ഉണ്ടാക്കുള്ളൂ. എന്നാലും ഉമ്മക്ക് നെയ്യിലുള്ള അല്ലെങ്കിൽ ഓയിലുള്ള സാധനത്തിനോടൊന്നും വലിയ താല്പര്യമില്ല. ഞാൻ മാത്രമേ മിക്കവാറും നോമ്പ് തുറക്കാൻ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞാനൊന്നും ഉണ്ടാക്കാറില്ല. എന്തെങ്കിലും ചപ്പാത്തിയോ പൂരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് രാത്രിത്തേക്ക് കഴിക്കാനുള്ളത് കുറച്ച് നേരത്തെ ഉണ്ടാക്കി വെക്കും. അതൊന്ന് ഒന്നോ രണ്ടെണ്ണോ എടുത്ത് ഞാൻ നോമ്പ് തുറക്കാണ് പതിവ്. അല്ലാതെ പലഹാരങ്ങളൊന്നും ഞാൻ ഉണ്ടാക്കാറില്ല. ഉണ്ടാക്കിയിട്ട് ആരാ കഴിക്കാൻ? ആരും കഴിക്കാൻ. ഒന്നാമത് നോമ്പാണ്, ആർക്കും വേണ്ടി വരില്ല. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോഴേക്കും നമ്മളെ വയറ് ഫുള്ളായിട്ടുണ്ടാവും. പിന്നെ അത് വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ. ഒരുപാടൊന്നും ഞാൻ ആർഭാടങ്ങളൊന്നും കാണിക്കാറില്ല. നമുക്ക് കഴിക്കാനുള്ളത് എന്താണോ അത് മാത്രം ഞാൻ ഉണ്ടാക്കാറുള്ളൂ. എന്താണ് നമുക്കന്ന് കഴിക്കാൻ തോന്നുന്നത് അതുണ്ടാക്കും. എനിക്ക് ഈ ഓയിൽ വറുത്തെടുക്കുന്ന സാധനങ്ങളൊന്നും എനിക്ക് ഒട്ടും അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. ഇതാണ് ഗൈസ് കണ്ണച്ച പത്തിരി എന്ന് പറയുന്നത്. നമ്മൾ പരുത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ ഓയിൽ ഇങ്ങനെ തേച്ച് കൊടുക്കണം. എന്നിട്ട് ഇതേപോലെ കണ്ണ് പോലെ 4 ഭാഗത്തും ഇങ്ങനെ വെച്ച് പരുത്തിയെടുക്കണം. സാധാരണ അത് പൂരി പോലെ ഓയിൽ നിറയെ ഒഴിച്ചിട്ട് മുക്കിയെടുത്ത് പൊരിക്കുകയാണ് ചെയ്യുക. അതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. പക്ഷേ ഞാൻ അത്രയും ഓയിൽ വേണ്ടല്ലോ എന്ന് കരുതിയിട്ട് കുറച്ച് നെയ്യ് തടവി ഞാൻ ചപ്പാത്തി ചുടും പോലെ ചുട്ടെടുക്കുകയാണ് ചെയ്തത്. ഒന്നാമത് വയറിലൊന്നും ഇല്ലാതെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരിക്കുന്നല്ലേ, അപ്പോൾ എല്ലാ ഓയിലും അങ്ങ് ചെല്ലണ്ടല്ലോ എന്ന് കരുതി ഞാനിങ്ങനെ ചെയ്തു. എന്ന് മാത്രം കറിയൊക്കെ ഒഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഞാനിന്ന് പഴംപൊരി ഉണ്ടാക്കാമെന്ന് കരുതി. ഹസ് ഉണ്ടായിരുന്നു. ഈ സമയത്ത് അവരുണ്ടാവാറില്ല. എന്ന് കുറച്ച് നേരത്തെ വന്നു. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പഴംപൊരി ഉണ്ടാക്കാമെന്ന് കരുതിയത്. മറ്റേ ഞാൻ അതൊന്നും ഉണ്ടാക്കില്ല. പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഒറ്റയ്ക്കാണല്ലോ, അതുകൊണ്ട് എനിക്കൊന്നും വേണ്ട. എന്തെങ്കിലുമൊക്കെ ഒരു ചപ്പാത്തി പൂരി കിട്ടിയത് ധാരാളമാണ്. ചിലപ്പോൾ അതും കഴിക്കില്ല. ചോറ് എന്തെങ്കിലും ഇസക്ക് കൊണ്ടുപോകാൻ വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുത്ത് കഴിക്കുകയാണ് പതിവ്. എനിക്കൊരാൾക്ക് വേണ്ടിയിട്ട് എന്തിനാ വെറുതെ ആർപ്പാടം ഉണ്ടാക്കുന്നതെന്ന് കരുതി ഞാനൊന്നും ഉണ്ടാക്കാറില്ല. അപ്പോൾ പഴംപൊരി ഉണ്ടാക്കാണ്. ഇക്കക്ക് ഭയങ്കര ഇഷ്ടമാണ് പഴംപൊരി, മോക്കും ഇഷ്ടമാണ്. ഒരുപാട് എണ്ണ ഒന്നും ഉണ്ടാക്കിയിട്ട് ഞാൻ അവൾക്ക് കഴിക്കാൻ കൊടുക്കാറില്ല. അവൾക്ക് ഫ്രൂട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മുറിച്ച് കൊടുക്കുക ചെയ്യില്ല. ഇങ്ങനെ എണ്ണയിൽ വറുത്തെടുത്ത സാധനങ്ങളൊന്നും ഒരുപാട് കൊടുക്കില്ല. അപ്പോൾ പിന്നെ നോമ്പല്ലേ എന്ന് കരുതി വല്ലപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ ഉണ്ടാക്കിയാൽ അവൾ ഒരുപാട് കഴിക്കും. അപ്പോൾ എണ്ണ അധികം ഇന്നത്തെ കാലത്ത് സൺഫ്ലവർ ഒന്നും ഒരുപാട് ഉപയോഗിക്കാൻ പാടില്ല, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഞാൻ പഴംപൊരി പൊരിച്ചു. പിന്നെ ഒരു പപ്പായ ഉണ്ടായിരുന്നു. നിങ്ങളെ നാട്ടിലൊക്കെ എന്താ പറയുകയെന്ന് എനിക്കറിയില്ല. അപ്പോൾ പപ്പായ ഉണ്ടായിരുന്നു, അതും ഞാൻ മുറിച്ച് വെച്ചു ഫ്രൂട്ട്സായിട്ട്. അപ്പോഴേക്കും ഇക്ക വന്ന് കടയിൽ നിന്ന് പോയി വന്നപ്പോൾ നല്ല നെത്തോലി കൊണ്ടുവന്നു. നെത്തോലി ഞാൻ കറി വെച്ചു. അപ്പോഴേക്കും ബാങ്ക് കൊടുക്കാനുള്ള സമയമായി ഗൈസ്. ഇതാണ് നോമ്പ് തുറൻ്റെ വിഭവങ്ങൾ. കൂടുതലൊന്നും ഉണ്ടാക്കാറില്ല. ഞങ്ങൾക്ക് ഇത് തന്നെ ധാരാളമാണ്, അതുകൊണ്ടാണ് ഉണ്ടാക്കാത്തത്. പിന്നെ തണ്ണിമത്തൻ ജ്യൂസും ഉണ്ടായിരുന്നു. അപ്പോഴേക്കും നോമ്പൊക്കെ തുറന്നു. ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇസാബേബിനെ നിസ്കരിക്കാൻ കൂടെ കൂട്ടി. അവൾക്ക് അറിയില്ല ഓതാനെങ്കിലും ഒരു ഖുർആൻ എടുത്ത് ഞാൻ അവിടെ കയ്യിൽ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഗായ്സ്. ബൈ.